അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ലല്ലു പ്രസാദ് യാദവുമായിട്ട് ഇപ്പോഴും അവിടെ ഒരു ഇക്വേഷനും ഓർമ്മയും കിടക്കുന്നുണ്ട്. ബീഹാറിൽ ലല്ലു പ്രസാദ് യാദവിന്റെ മകൾ പോലും പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായും അഴിമതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലല്ലു പ്രസാദ് യാദവ് തേജസ്വി യാദവിനെ അംഗീകരിക്കുമ്പോഴും ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടിയിൽ നിന്നുള്ള RJD ഒരു ബാർഗേജിൽ പോകുന്നുണ്ട്. സ്വാഭാവികമായും അതൊരു കാരണമായിരിക്കാം. ആലത്തൂരിൽ ലീഡ് നില വർദ്ധിപ്പിക്കുന്നു. 18,968 ലീഡിലേക്ക് LDF എത്തുന്നു. TN സരസു ആലത്തൂരിൽ ഒരു സ്പോയിലറായി മാറുന്നു. ചുരുങ്ങിയ പക്ഷം രമ്യ ഹരിദാസനെങ്കിലും 40,000 വോട്ട് ആലത്തൂരിൽ TN സരസു പിടിക്കുന്നതോടുകൂടി ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയം അത് ഏകദേശം ഉറപ്പാവുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. നോക്കൂ, ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ ശക്തമായൊരു തരംഗമുണ്ടാവുന്നു. ഇതുവരെ നാം കാണാത്ത രീതിയിൽ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും അഖിലേഷ് യാദവിനും പിന്നിൽ അണിനിരക്കുന്ന ഇന്ത്യൻ ജനതയെ നമ്മൾ കാണുന്നു. ഒരു പതിറ്റാണ്ടിനു ശേഷം ഒരിക്കൽ കൂടി നരേന്ദ്രമോദിക്ക് ഒരു ഊഴം കൊടുക്കാൻ ഇന്ത്യ തയ്യാറാവുന്നില്ല എന്ന മനസ്സ് കേൾക്കുന്നു. പക്ഷേ അപ്പോഴും കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് NDA എന്നതാണ് യാഥാർത്ഥ്യം. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 240 സീറ്റുകളിലാണ് BJP ഇപ്പോഴും തളച്ചിടപ്പെട്ടിരിക്കുന്നത്. 225 സീറ്റുകളുമായി ഇന്ത്യ മുന്നണി ഒപ്പമുണ്ട്. ഏതു നിമിഷവും അനുനിമിഷം മാറിമറിയാവുന്ന കണക്കുകളുണ്ട്. ഉത്തർപ്രദേശിൽ 18 സീറ്റുകൾ 5000-ൽ താഴെയാണ് BJP ലീഡ് ചെയ്യുന്നത്. സുരേഷ് ഗോപി ലീഡ് ഉയർത്തുന്നു. സുരേഷ് ഗോപി 71,136 വോട്ടുകളാക്കി തൃശ്ശൂരിലെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. കോഴിക്കോട് MK രാഘവൻ 88,191. സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മേളത്തിൽ ഇങ്ങനെ മേളപ്പെരുക്കം വരുന്നത് പോലെയാണ് സുരേഷ് ഗോപിയുടെ വോട്ട് നില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. കണ്ടു നിൽക്കുമ്പോണ്ടല്ലോ സാറേ, മനസ്സിലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. വേറെ ഒന്നും വേണ്ട, ആ ഒറ്റ ജയം മതി കേരളത്തിൽ. അതെ, എറണാകുളത്ത് 85% വോട്ടെണ്ണിയപ്പോൾ UDFന്റെ ലീഡ് 2,07,967. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 2,69,882. എറണാകുളത്ത് ഹൈബീഡൻ വിജയിച്ചു. അതെ, എറണാകുളത്ത് ഹൈബീഡൻ വിജയിച്ചു എന്ന് നമുക്ക് കൊടുക്കാം. അതെ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലീഡും ഉയർന്നിട്ടുണ്ട്. 35,012 വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ലീഡ്. 35,012 വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ലീഡ് ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. 35,012 വോട്ടുകൾക്കാണ് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതും ഇനി LDFനെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആകെയുള്ളത് ആലത്തൂർ നിലനിർത്തുമെന്ന് ആലത്തൂർ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ആലപ്പുഴ കൈവിട്ടു പോകുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൽ ചില സൂചനകൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആറ്റിങ്ങലിൽ നേരിയ മുൻതൂക്കം UDFനാണ്. അവിടെ ത്രികോണ മത്സരം നടക്കുമ്പോൾ തന്നെ മാവേലിക്കരയിൽ UDFന്റെ ലീഡ് 11,442 വോട്ടുകളായി UDFന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു. കൺസിസ്റ്റന്റ് ആണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ്. 11,442 വോട്ടുകൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ മുന്നിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇനി നമുക്ക് അറിയേണ്ടത് ആറ്റിങ്ങൽ തന്നെയാണ്. ആറ്റിങ്ങലിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ആറ്റിങ്ങലിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. ആറ്റിങ്ങലിൽ പക്ഷേ ഇപ്പോൾ അടൂർ പ്രകാശ് നല്ല ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 2,884 ലീഡുണ്ട്. 2000 ചില്ലുവാനം എന്ന് പറയുന്നത് നല്ല നിലയല്ലല്ലോ സുജിയ, ഒരു ലോക്സഭാ മണ്ഡലം. അതാ പറയുന്നത്, ഒരു ത്രികോണ മത്സരത്തിലാണ് ആറ്റിങ്ങൽ ഇപ്പോൾ നിൽക്കുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ 72,569. ഷാഫി പറമ്പിലിനെ വടകരയിൽ പിടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചോളൂ. വടകരയിൽ ഷാഫി പറമ്പിൽ തന്നെയാണ്. കോൺഗ്രസിൻ്റെ 3 അക്കത്തിലേക്ക് കടക്കുന്ന സംഖ്യയിലേക്ക് വടകരയിൽ നിന്ന് പോവുക ഷാഫി പറമ്പിലായിരിക്കും. ഹൈബിയുടെ ലീഡ് 2,11,142. ഷൈൻ ടീച്ചർക്ക് ഒട്ടും ഷൈൻ ചെയ്യാനായിട്ടില്ല. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ലീഡ് നിലയിൽ നിൽക്കുന്നത് ഹൈബീഡൻ. അതെ, ആന്റോ ആന്റണിയുടെ ലീഡ് ഇപ്പോൾ 29,507 പത്തനംതിട്ടയിൽ. ആന്റോ ആന്റണി കഴിഞ്ഞാൽ തോമസ് ഐസക്കാണ് തൊട്ടു പിന്നിൽ നിൽക്കുന്ന 1,30,30. ശരിയാണ്, ആന്റോ ആന്റണിക്ക് ശേഷം തോമസ് ഐസക്ക്. MK രാഘവൻ 1,00,000 അല്പസമയത്തിനകം എത്തും. MK രാഘവന്റെ ലീഡ് 93,236. ആലത്തൂരിൽ LDFന്റെ ലീഡ് 17,590 ഉയർന്നിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ ശക്തമായ മത്സരം കൊടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ KCയുടെ ലീഡ് ഇപ്പോൾ 1,00,000 എത്തിയേനെ. സുരേഷ് ഗോപിയുടെ ലീഡ് 72,699 ഉയർന്നിരിക്കുന്നു. മാവേലിക്കരയിൽ 11,772 UDF ലീഡ് ഉയർത്തുന്നു. K സുധാകരന്റെ ലീഡ് 70,297 ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. K സുധാകരൻ അപ്രതീക്ഷിതമായി തന്റെ ലീഡ് ഉയർത്തുകയാണ്. 70,000. K സുധാകരന്റെ ഭൂരിപക്ഷത്തിൽ നേരിയ കുറവുണ്ടാവുന്നു. 70,297. ആലത്തൂരിൽ രാധാകൃഷ്ണൻ ലീഡ് നില വർദ്ധിപ്പിക്കുന്നു. 18,869 വർദ്ധിപ്പിക്കുന്നു.